പി ജയരാജന്റേത് ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിലല്ല. പി ജയരാജൻ വധശ്രമ കേസ്, ആ വധശ്രമ കേസിൽ പ്രോസിക്യൂഷൻ എന്താണ് ചെയ്തത്? പി ജയരാജന് ഈ കേസിൽ നീതി വാങ്ങിക്കൊടുക്കാൻ പ്രോസിക്യൂഷൻ ഇടപെട്ടോ? അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഇപ്പോൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തെളിവുകൾ, സാക്ഷികളെ ഹാജരാക്കുന്നത്, അതിലൊക്കെ എവിടെയാണ് ഒരു കണക്ഷൻ കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞത്? പ്രതികൾ ഇവരാണ് എന്ന് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിനാസ്പദമായി പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ പോലും പ്രോസിക്യൂഷൻ വീഴ്ച വരുത്തിയെന്നല്ല, സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് വേണം ജസ്റ്റിസ് പി സോമരാജന്റെ വിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാം പ്രതി ചിരുകണ്ടോത്ത് പ്രശാന്തിന്റെ ശിക്ഷ 10 വർഷത്തിൽ നിന്ന് 1 വർഷം തടവും 6 ലക്ഷം രൂപ പിഴയുമാക്കി കുറച്ചിരിക്കുകയാണ്. അതായത് ശിക്ഷ ഇളവ് കിട്ടുകയാണ്. അപ്പോൾ ഈ കേസിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ സാക്ഷിയായി രണ്ടാമത്തെ അത് പ്രതിഭാഗം പറയുന്നത് പ്രോസിക്യൂഷൻ ഇവർ ഇത് കണ്ടിട്ടില്ല എന്നതാണ് പ്രതിഭാഗം പറയുന്നത്. അതുകൂടി ഈ വിധിയുടെ ഭാഗമാകുമ്പോഴാണ് എവിടെയാണ് പി ജയരാജന് നീതി ഉറപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഈ കേസിന്റെ വാദത്തിനിടയിൽ നടന്നിട്ടുള്ളത് എന്ന സംശയം സ്വാഭാവികമായും ആളുകളിൽ ഉയരുന്നത്. പിന്നെ പി ജയരാജനെതിരെ ആക്രമണം നടക്കുമ്പോൾ ഭാര്യ വീട്ടിലുണ്ടായിരുന്നു എന്ന് പോലും തെളിയിക്കാൻ കഴിയാത്ത പ്രോസിക്യൂഷൻ പിന്നെ എന്ത് വാദമാണ് നടത്തിയത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ, രക്തം പുരണ്ട വസ്ത്രങ്ങളോ എന്തെങ്കിലും ഒരു തെളിവ് കൃത്യമായി കോടതിയിൽ എത്തിക്കാൻ, അത് ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ പി ജയരാജന് വെട്ടേറ്റ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എങ്ങനെയാണ്? ആരായിരുന്നു ഒപ്പമുണ്ടായിരുന്നു? നേരത്തെ പറഞ്ഞ ദിവസങ്ങളുടെ കാലതാമസം മാറ്റിവെച്ചോളൂ, പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞാലും പറയാമല്ലോ കൃത്യമായി. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് വെട്ടേറ്റത് നേരിട്ട് കണ്ട ഭാര്യ ഒപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാനായി കഴിയുന്നില്ല. അതൊക്കെ കോടതി എടുത്തു പറയുകയാണ്. അത് ആരുടെ വീഴ്ചയാണ്? പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ്. പിന്നെ സാക്ഷികൾ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാനായിട്ടുള്ള രേഖകൾ അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പ്രോസിക്യൂഷന്റെ പക്കലില്ല. അപ്പോൾ കോടതിയെ കുറ്റം പറയുന്നതിനേക്കാളും ജഡ്ജിയുടെയും റോസ്റ്ററിന്റെയും ഒക്കെ കുറ്റം പറയുന്നതിനേക്കാളും പ്രോസിക്യൂഷന് പറ്റിയ വീഴ്ച പ്രോസിക്യൂഷന്റെ വീഴ്ച തന്നെയാണ്. പിന്നെ ഈ ആയുധങ്ങളുമായി ഒരു കൂട്ടം ആളുകൾ വീട്ടിലേക്ക് വരുന്നത് കണ്ട അയൽക്കാരി, അപ്പോൾ ഈ അയൽക്കാരി ആയുധങ്ങളുമായി ഒരു പറ്റം ആളുകൾ അക്രമോത്സുകരായി വരുന്നത് കണ്ടു. അത് പറയാൻ വേണ്ടി ആ വീട്ടിലേക്ക് ഓടി വരുന്നു എന്ന് പറയുന്നു. ഓടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ വീടിനുള്ളിൽ വീട്ടിൽ നടന്ന ആക്രമണം കണ്ടു എന്ന് സ്ഥാപിക്കാൻ അവിടെ പ്രോസിക്യൂഷന് കഴിയുന്നില്ല. അപ്പോൾ അത് വീഴ്ചയല്ലേ? അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സാക്ഷികൾ എങ്ങനെയാണ്, ഇവർ ഈ കൃത്യം കണ്ടത് എങ്ങനെയാണ്, ഇവർ വീട്ടിലേക്ക് വന്നത് ഏത് വഴിയാണ്, അങ്ങനെയുള്ള വഴിയോ വാതിലോ ദിക്കോ ഒന്നും കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് ഒരു സ്വാഭാവിക വീഴ്ചയാണ് എന്ന് ഒറ്റനോട്ടത്തിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. എന്താണ് നടന്നത് എന്നതാണ് വ്യക്തമാകേണ്ടത്. പിന്നെ ഇവർ ഓടിയെത്തി, ഇവർ കണ്ടു എന്നൊക്കെ പറയുന്നതിനിടയിൽ തന്നെ പല പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് പ്രതിഭാഗം വാദിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ എന്റെ വ്യക്തമായ അഭിപ്രായം, പി ജയരാജൻ ആക്രമിക്കപ്പെട്ടു എന്നത് സത്യമാണെങ്കിൽ ആക്രമിച്ചവരാരാണ് എന്ന് കണ്ടെത്തി അത് കോടതിക്ക് മുന്നിൽ സ്ഥാപിക്കേണ്ടത് പ്രോസിക്യൂഷൻ ആയിരുന്നു. അതിൽ അവർക്ക് പൂർണ്ണ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. ആളുകളാണ് പ്രതികൾ എന്ന് സ്ഥാപിക്കേണ്ടത് അത് നടന്നിട്ടില്ല. Meet the editors.